കാറ്റത്ത് കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റോഡിൽ വെച്ച് ഹരീഷിന്റെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന നീതുവിനെ കണ്ട് രോഷാകുലനായ അഖിൽ അവളെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. വീട്ടിലെത്തിയ നീതുവിനെ മാതാപിതാക്കളും അഖിലും ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. താൻ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് നീതു ഉറപ്പിച്ചു പറയുമ്പോൾ അഖിലും വീട്ടുകാരും അതിനെ എതിർക്കുകയാ. വീണ്ടും ഓരോന്ന് പറഞ്ഞ് നീതുവിനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും നീതു അവനുമായി വഴക്കിടുകയാ. അത് കണ്ട അച്ഛനും അവരെ വഴക്കു പറഞ്ഞ് നീതുവിനോടായി, നോക്കു നീതു, ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ ഇവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങി പോയിക്കോണം എന്ന് താക്കീതോടെ പറയുന്നുണ്ട്. നീതുവിന്റെ അമ്മയും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളെ അനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ കഴിയുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വീട് വിട്ടിറങ്ങിക്കോണം, നീ ചത്തുപോയെന്ന് ഞങ്ങൾ കരുതിയേക്കാം, നീ കാരണം ആർക്കും ഇവിടെ സമാധാനമില്ലാതായി, ദിവസവും അടിയും വഴക്കും, ഇതിൽ കൂടുതൽ നിനക്ക് വേണ്ടി അപമാനം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അച്ഛൻ വീണ്ടും നീതുവിനോടായി, എന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്, കുറച്ചു നാളായി ചെറിയ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അതൊന്നും അനുസരിക്കാൻ തയ്യാറല്ല, നീ എത്ര വാശി പിടിച്ചാലും ആ തേണ്ടി ചെറുക്കനെ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നച്ഛൻ പറയേ. നീതുവും, ഞാനിപ്പോ അവനെ കല്യാണം കഴിച്ചു തരണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ എന്തെങ്കിലും ഈ നീതുവിനൊരു കല്യാണമുണ്ടെങ്കിൽ അത് അവനുമായിട്ടായിരിക്കും എന്ന് നീതുവും ഉറപ്പിച്ചു പറയുക. ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ ഊരും തണ്ടി നടക്കാനാണോ നിന്റെ ഭാവം? അച്ഛൻ പറയുന്നത് പോലെ ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, അല്ലാതെ ഊരു തണ്ടി അവന്റെ പുറകെ നടക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീട് വിട്ടിറങ്ങിക്കോണം എന്ന് അമ്മ തീർത്തു പറയേ. അമ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി തന്റെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുക നീതു. അത് കണ്ട് നീതുവിന്റെ അച്ഛനും പരിഭ്രമത്തോടെ, അവൾ എന്തെങ്കിലും കഴുക ചെയ്യും, നീ പോയി നോക്കടി എന്ന് അമ്മയോട് വിളിച്ചു പറയേ. അമ്മ ആ റൂമിന്റെ ഡോറിനരികിലേക്ക് ചെന്ന് ആ ഡോറിൽ തട്ടി വിളിക്കുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്ത നീതുവും ഒരു ബാഗ് എടുത്ത് തന്റെ ഡ്രസ്സെല്ലാം അതിൽ വാരി നിറയ്ക്കുകയാണ്. നീതു, വാതിൽ തുറക്ക്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അമ്മ പരിഭ്രമത്തോടെ തട്ടി വിളിക്കുകയാണ്. ഡ്രസ്സെല്ലാം വാരി നിറച്ച് നീതുവും ചെന്ന് ഡോർ തുറന്ന് ഹോളിലേക്ക് വരുന്നുണ്ട്. എന്താടി ബാഗുമായി എങ്ങോട്ടാടി പോകുന്നതെന്ന് അഖിൽ ചോദിക്കേ. അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോയെന്ന്. ഇവർ പറയുന്നതും അനുസരിച്ച് ഹരീഷിനെ മറന്ന് ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഈ വീട് വിട്ടിറങ്ങുകയാണെന്ന് നീതു പറയുന്നുണ്ട്. ഇവൾ പറയുന്നത് കേട്ടില്ലേ അമ്മയെന്ന് അഖിൽ അമ്മയോടായി ചോദിക്കും. വീട് വിട്ടിറങ്ങി പോവാൻ പറയുമ്പോ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതിന് പകരം ബാഗും തൂക്കി ഇറങ്ങി പോവാൻ നോക്കുന്നു. എന്ത് ധൈര്യത്തിലടി നീ ബാഗും തൂക്കി ഇറങ്ങുന്നത്? വീട് വിട്ടിറങ്ങിയാൽ നീ എന്തു ചെയ്യും? നീ ജോലിക്ക് പോകുന്നുണ്ടോ? 4 കാശ് സമ്പാദിക്കുന്നുണ്ടോ? നിന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള കാശ് പോലും നിന്റെ അച്ഛനല്ലേടി തരുന്നത്? പറ, പുറത്തിറങ്ങിയിട്ട് നീ എന്തു ചെയ്യുമെന്ന് അമ്മ ചോദിക്കുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, പക്ഷേ ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, നിങ്ങളെ കൊണ്ട് ഞാനും സഹി കെട്ടു. നിങ്ങളെ അനുസരിക്കാതെ ഹരീഷിനെ പോയി കാണുന്നതും അതിന് നിങ്ങൾ എന്നെ അടിക്കുന്നതും മതിയായി, ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ എനിക്ക് വയ്യ, എല്ലാം മതിയായി, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാ എന്ന് നീതു പറയുന്നവർക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞ എങ്ങോട്ടാ പോകുന്നതെന്ന് അച്ഛന് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും പോവും, ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നവൾ തീർത്തു പറയേ. എന്താടി നോക്കി നിൽക്കുന്നേ, ബാഗ് പിടിച്ച് വാങ്ങി വെക്കടി എന്നച്ഛൻ നീതുവിന്റെ അമ്മയോടായി പറയുന്നുണ്ട്. നീതു എതിർക്കുമ്പോഴേക്കും ബാഗ് പിടിച്ച് വാങ്ങി വെക്കാനായി അഖിലിനോടും പറയുന്നുണ്ട് അച്ഛൻ. അവർ രണ്ടുപേരും പിടിച്ചു വലിക്കാനായി തുടങ്ങുമ്പോഴേക്കും നീതു അവരെ എതിർത്ത് അച്ഛനോടായി, അച്ഛാ എന്നെ തടുക്കരുത്, ഞാൻ പോവും, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് നാണക്കേട്, ഞാൻ പോയി തരാമെന്ന് പറഞ്ഞ് നീതു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. അതുകണ്ട് നീതുവിന്റെ അച്ഛനും അമ്മയും അവളുടെ പുറകെ ചെല്ലുകയാ. അച്ഛൻ അവളുടെ പുറകെ ചെന്ന്, നീതു നിൽക്ക്, നോക്ക് നീതു, അതൊരു മോശം കുടുംബമാ, ഈ വീട് വിട്ട് പോവല്ലേ, അച്ഛൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയേ. ഞാൻ കേൾക്കില്ല അച്ഛാ, അതൊരു മോശപ്പെട്ട കുടുംബം തന്നെയാണെന്ന് ഇരിക്കട്ടെ, അതെനിക്കൊരു പ്രശ്നമല്ല, അക്കാര്യം ഞാൻ നോക്കിക്കോളാം, എന്റെ നല്ലതിനാണെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു നിർത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട, ഇതുവരെ എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചതിന് വളരെ നന്ദി, എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീതു പോവാൻ തുടങ്ങുമ്പോഴേക്കും അഖിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച്, നീതു അകത്ത് പോവാനാ പറഞ്ഞത്, വലിയ ഡയലോഗും അടിച്ച് നീ എങ്ങോട്ടായി പോകുന്നത്, അകത്തേക്ക് വാടിയെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുക. ബഹളമെല്ലാം കേട്ട് നാട്ടുകാരും അവിടെ കൂടാൻ തുടങ്ങിയിരുന്നു. നീതുവും കുതറി മാറിക്കൊണ്ട്, വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് അഖിലിന്റെ കൈവിടുവിച്ച്, ഞാൻ മര്യാദയോടെ പറഞ്ഞത്, ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഹരീഷുമായി സംസാരിക്കുന്നതിനെ നിങ്ങൾ എതിർക്കാൻ പാടില്ല, അങ്ങനെയില്ലല്ലോ നിങ്ങളുടെ പെരുമാറ്റം, ഹരീഷിന്റെ കാര്യം പറഞ്ഞ അപ്പോ അടി തുടങ്ങിക്കോ, നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഇതിനെല്ലാം ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ ഈ വീട് വിട്ടിറങ്ങുക, അമ്മയല്ലേ പറഞ്ഞത് ഞാൻ വീട് വിട്ടിറങ്ങിയ ചത്തുപോയെന്ന് വിചാരിച്ചോളാമെന്ന്, എല്ലാവരും ഇനി അങ്ങനെ വിചാരിച്ചോ എന്ന് പറഞ്ഞ് നീതു പോവാൻ തുടങ്ങുകയാണ്. നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ അവളെ വിളിച്ച്, എടി നീതു, പറഞ്ഞത് കേൾക്കാതെ പോവുകയാണല്ലേ, പോടി, ഇറങ്ങിപ്പോ എന്ന് അമ്മ വിളിച്ചു പറയുമ്പോഴേക്കും പോവുക എന്ന് പറഞ്ഞ് നീതു ബാഗുമായി നടന്നു നീങ്ങുകയാ. ആകെ ടെൻഷനോടെ നീതുവിന്റെ അച്ഛനും അകത്തേക്ക് കയറി പോവുകയാ. നാണം കെട്ട് നീ ഇങ്ങോട്ട് വരും, അപ്പൊ കാണിച്ചു തരാമെന്ന് നീതുവിന്റെ അമ്മയും വിളിച്ച് പറയുന്നുണ്ട്.
അഖിൽ അമ്മയെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും പോയി തുലയട്ടെ, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, അവളങ്ങ് മരിച്ചുപോയി എന്ന് കരുതിക്കൊള്ളാം എന്നൊക്കെ അഖിലിനോടായി പറയുമ്പോഴേക്കും നീതുവും തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങുകയാ. അവൾ പോകുന്നത് നോക്കി കൂടി നിൽക്കുന്ന നാട്ടുകാരെ സങ്കടത്തോടെ ചീത്ത വിളിക്കുക അമ്മയും. അമ്മയെ സമാധാനിപ്പിച്ച് അഖിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവിടെ കിളിക്കൂട്ടിൽ ഹരീഷും സുധീഷും നീതുവിനെ കാണാൻ പോയതറിഞ്ഞ് അവര് വഴക്കു പറയുകയാ നിധി. നികേഷും ഹാളിൽ ഇരിപ്പുണ്ട്. എന്തിനാ ഇപ്പോ അങ്ങോട്ട് പോയത്? ഇതൊക്കെ നീതുവിനെയല്ലേ ബാധിക്കുക എന്ന് നിധി ചോദിക്കെ അതോർത്ത ടെൻഷൻ എന്ന് ഹരീഷും പറയുകയാ. അപ്പോഴാണ് സുഭാഷേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത്. എന്തുപറ്റി? എല്ലാവർക്കും എന്താ ഒരു ടെൻഷൻ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. നികേഷും ടെൻഷനോടെ പറയുന്നുണ്ട്, സുഭാഷേട്ടാ വീണ്ടും പ്രശ്നമായിന്ന്. പ്രശ്നമായിന്നോ? എന്ത് പ്രശ്നം എന്ന് സുഭാഷ് അങ്കലപ്പോടെ ചോദിക്കേ. എടാ നികേഷെ ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് സുധീഷും പതിയെ പറയുന്നുണ്ട്. എന്ത് നികേഷെ, എന്തു പറ്റിയെന്ന് സുഭാഷേട്ടൻ വീണ്ടും ചോദിക്കേ. ഇവര് രണ്ടുപേരും നീതുവിന്റെ വീട്ടിൽ പോയി വീണ്ടും പ്രശ്നമുണ്ടാക്കി വന്നിരിക്കുക എന്ന് നികേഷ് സുധീഷ് ഏട്ടനെയും ഹരീഷ് ഏട്ടനെയും ചൂണ്ടി പറയുന്നു. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും പരിഭ്രമത്തോടെ വീണ്ടും അവിടെ പോയി പ്രശ്നമുണ്ടാക്കി. ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കെ നിധിയും പറയുന്നുണ്ട്, അവർ വീട്ടിലേക്കൊന്നും പോയില്ല സുഭാഷ് ഏട്ടൻ. സുധീഷും പറയുന്നുണ്ട്, നീതുവിനെ കാണണമെന്ന് ഹരീഷ് പറഞ്ഞു. ആരും അറിയാതെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചാ ഇവനെ കൂട്ടിക്കൊണ്ടു പോയത്. ഹരീഷ് നീതുവുമായി റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അഖിൽ അങ്ങോട്ട് വന്നു. അത് കുറച്ച് സീനായി. വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ എന്ന് സുധീഷും. എന്തിനാടാ നിങ്ങളിപ്പോ അങ്ങോട്ട് പോയത്? ഇപ്പോഴല്ലേ ഒരു പ്രശ്നത്തിൽ നിന്ന് തല വീഴിയത് എന്ന് സുഭാഷേട്ടൻ ചോദിക്കും. സുഭാഷേട്ടാ പാവം, നീതുവിന്റെ അടുത്ത് ഒരു ഫോൺ പോലുമില്ല. നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളോർത്ത് അവളെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്നോർത്ത് ഹരീഷിന് ഒരേ പേടി. അതെന്നോട് പറഞ്ഞു. അപ്പോ അവനെ ഒന്ന് അവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് സുധീഷ് പറയേ. ശരി ശരി, അല്ല വലിയ പ്രശ്നമായോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല സുഭാഷേട്ടാ, ഞങ്ങൾ റോഡിൽ നിന്ന് സംസാരിക്കുന്നത് അഖിൽ കണ്ടു. അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി അവളെ ഉപദ്രവിച്ചു കാണുമോന്നാ എന്ന് ടെൻഷനോടെ ഹരീഷ് പറയുന്നുണ്ട്. സുധീഷും പറയുന്നുണ്ട്, സുഭാഷേട്ടാ ആ കുടുംബം ഒരു മോശം കുടുംബം. എന്തിനും ഏതിനും ദേഹത്ത് കൈവി വാ തുറന്നാ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ. ഇനി ഇത് കാരണം നീതുവിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ആവോ. അതൊന്നും ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടും എന്ന് സുഭാഷേട്ടൻ അവര് വഴക്കു പറയുമ്പോഴാണ് നീതു തന്റെ ബാഗും തൂക്കി കിളിക്കൂട്ടിലേക്ക് നടന്നു വരുന്നത്. ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെ ഒരു നിമിഷം നോക്കി. ഒന്നും മിണ്ടാതെ നീതു അകത്തേക്ക് കയറി പോവുകയാ. ഹാളിലേക്ക് കയറി മാറി നിൽക്കുന്ന സുധീഷിനോടായി പറഞ്ഞ് അവൾ ബാഗുമായി ഹാളിലെ സെറ്റിയിലേക്ക് വന്നിരിക്കുക. അമ്പരപ്പോടെ ഹരീഷും അവളുടെ അടുത്തേക്ക് ഇരുന്ന്, എന്താ നീതു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. നീതു ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ ഇരിക്കെ. നീതുവിനെ കുറിച്ചായി ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. നീയും ഹരീഷും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിന്റെ ചേട്ടൻ കണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട്, എന്താ ബാഗൊക്കെ ആയി വന്നിരിക്കുന്നെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അതെ, എന്താ ബാഗുമായി വന്നിരിക്കുന്നെന്ന് സുധീഷും ചോദിക്കുക. അവൾ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കെ. എന്താ നീതു, എന്തു പറ്റിയെന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുക. ഹരീഷെ, നിങ്ങൾ പോയതിനു ശേഷം അഖിലേട്ടൻ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. എന്റെ അമ്മയും ചേട്ടനും മാറി മാറി അടിച്ച് എന്നെ ടോർച്ചർ ചെയ്തു എന്നവൾ പറയുന്നത് കേൾക്കെ നിധിയും പറയുന്നുണ്ട്, സോറി, ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന്. അതൊന്നും കുഴപ്പമില്ല. എന്റെ വീട്ടിലിങ്ങനെ വഴക്കു നടക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ, ദിവസവും നടക്കുന്നതല്ലേ. ഇന്ന് കുറച്ച് കൂടുതലായിപ്പോയെന്നേ ഉള്ളൂ. എന്റെ അച്ഛൻ എനിക്ക് 2 ഓപ്ഷൻ തന്നു. ഒന്നുകിൽ വീട് വിട്ടിറങ്ങി പോണം, അല്ലെങ്കിൽ ഹരീഷിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ഹരീഷിനെ കാണാതിരിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടിറങ്ങി വന്നത്. ഇനി മുതൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീതു തീർത്തു പറയേ. പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാ സുഭാഷേട്ടനും കൂട്ടരും. ആകെ ടെൻഷനോടെ ഹരീഷും ചോദിക്കുന്നുണ്ട്, എന്താ നീതു നീ പറയുന്നെന്ന്. അത് തന്നെ ഹരീഷേ, നീ വേണോ അവർ വേണോ എന്ന് ചോദിച്ചു. ഞാൻ നീ മതിയെന്ന് തീരുമാനിച്ച് ഇറങ്ങി വന്നു. ഇനി മുതൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഇതിൽ കൂടുതൽ നിനക്ക് വേണ്ടി അടി വാങ്ങിക്കാൻ എനിക്ക് വയ്യ എന്നവൾ പറയുന്നത് കേൾക്കെ. സത്യമായും നീതു ഇനി ഇവിടെ താമസിക്കാൻ പോവുകയാണോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അതെ, അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോവാനാ? ഹരീഷ് വേണോ അതോ ഈ വീട്ടിൽ താമസിക്കണോ എന്ന് ചോദിച്ചു. അവര് വേണ്ടെന്ന് വിചാരിച്ച് ഞാനും വീട് വിട്ടിറങ്ങി വന്നു എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ സുധീഷും പറയുന്നുണ്ട്, നീതു സൂപ്പറായിട്ടുണ്ട്. അവരുടെ വഴക്കും കേട്ട് നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. നീ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് അവൻ പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ അവന് നോക്കി നിൽപ്പാ. സുധീഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, നീതു വീട് വിട്ടിറങ്ങി വന്നു. ഇനി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം. പിന്നീട് വീട്ടിലേക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, ഇവിടെ തന്നെ താമസിക്കാം. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക ഹരീഷേ, നീതുവിനെയും വിളിക്ക്. നിങ്ങളുടെ ലവ് സ്റ്റോറിക്ക് ഒരു എൻട്രി കാർഡ് കൊടുത്ത് മാരേജ് സ്റ്റോറിക്ക് ഒരു എൻട്രി കാർഡ് കൊടുക്ക് എന്നൊക്കെ സുധീഷ് ആവേശത്തോടെ പറയുന്നത് കേൾക്കെ. സുധീഷേ, ധൃതി കാണിക്കാതെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സുഭാഷേട്ടനും പറയുന്നുണ്ട്. എന്താ സുഭാഷേട്ടാ വെറുതെ ഇരിക്കാനോ? വീട് വിട്ട് അവൾ ഇറങ്ങി വന്നത് കണ്ടില്ലേ? ഇത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു വഴിയെന്ന് സുധീഷ് പറയെ നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കാമോ?
നീതുവും അത് കേട്ട് പ്രണയത്തോടെയും സന്തോഷത്തോടെയും ഹരീഷിനെ നോക്കിയിരിക്കെ അവനാകെ ടെൻഷനോടെ ഇരിപ്പാ. സുഭാഷും അവരെ ശ്രദ്ധിച്ച് നീതു ഒന്നകത്തിരിക്കാമോ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയേ നിധി അവളെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ കൊണ്ടുപോയി അവളെ ഒരു ചെയറിലേക്ക് ഇരുത്തി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ടെൻഷനോടെ സുഭാഷും എടാ ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, വീട് വിട്ടിറങ്ങി വന്ന പെണ്ണിനെ തിരിച്ചയക്കാൻ പറ്റില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്ന നിധിയും അവളുടെ വീട്ടിൽ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാ അവൾ വീട് വിട്ട് ഇറങ്ങി വന്നതെന്ന് പറയുന്നുണ്ട്. നികേഷും ടെൻഷനോടെ പറയുന്നുണ്ട് എല്ലാ പെണ്ണുങ്ങളുടെ വീടും കണക്കാണല്ലോ. ഏടത്തിയുടെ വീട്, സുനന്ദയുടെ വീട്, നീതുവിന്റെ വീട്, എല്ലാ വീട്ടുകാരും പ്രശ്നമുണ്ടാക്കുന്ന വീട്ടുകാർ തന്നെയാ എന്ന് നികേഷ് പറയെ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. അവളെ തിരിച്ചു പറഞ്ഞു വിടാനാവില്ല എന്ന് വെച്ച് നമ്മളെ വീട്ടിലെങ്ങനെ അവളെ താമസിപ്പിക്കും, അത് ശരിയാവില്ലെന്ന് പറയുന്നുണ്ട്. നിധിയും സുഭാഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് അതെ സുഭാഷ് ഏട്ടാ, നീതു നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ അവളുടെ അമ്മയും അച്ഛനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് വെച്ച് തിരികെ അവളെ പറഞ്ഞു വിടാനും വയ്യ. ഇപ്പൊ എന്തു ചെയ്യും എന്ന് നിധി ടെൻഷനോടെ പറയുന്നതുകൾക്ക് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എന്താ വേറെ ഓപ്ഷൻ ഒന്നുമില്ലാത്ത പോലെ സംസാരിക്കുന്നത്, അവരുടെ കല്യാണം നടത്തി കൊടുക്കാം. അതുകൾക്ക് എല്ലാവരും പരിഭ്രമത്തോടെ സുധീഷിനെ നോക്കി നിൽക്കെ എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, നിധുവിന്റെ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും കാരണം അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ അവൾ ഇറങ്ങി വന്നത്. വഴക്കിന് കാരണം ഹരീഷുമായുള്ള ലവ് ആണല്ലോ. തിരിച്ചവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും കഴിയില്ല, നമ്മുടെ വീട്ടിൽ അവളെ താമസിപ്പിക്കാനും കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ, അവരുടെ കല്യാണം നടത്തിയ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാടാ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുക. നീതു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാ. ഹരീഷും മാനസികമായി കല്യാണത്തിന് റെഡി ആവുന്നേയുള്ളൂ. രണ്ടുപേരും മനസ്സറിഞ്ഞ് അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ഒരാൾക്കൊരാളെ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് നിധി പറയെ സുധീഷൻ ചോദിക്കുന്നുണ്ട്. ആരും വേണ്ട, ഹരീഷിനെ മതി എന്ന് പറഞ്ഞ് നീതു വിട്ടിറങ്ങി വന്നില്ലേ, എന്നിട്ടും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയുന്നതിന് കാരണം എന്താ? പരസ്പരം മനസ്സിലാക്കാതെ അവൾ വീട് വിട്ടിറങ്ങി വരില്ലല്ലോ. ഹരീഷാണ് എല്ലാം എന്ന് വെച്ച് ഇറങ്ങി വന്നതല്ലേ, അപ്പോ രണ്ടുപേരുടെയും കല്യാണം നടത്തുന്നതല്ലേ ശരി എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധിയും പറയുക അതല്ല സുധീഷെ, ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല അവൾ വീട് വിട്ടിറങ്ങി വന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാതെ, അവിടെ നിൽക്കാൻ കഴിയാതെ എന്തു ചെയ്യുമെന്ന് അറിയാതെയാ അവൾ വീട് വിട്ടിറങ്ങി വന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല അവൾ ഇങ്ങോട്ട് വന്നത്, അതാദ്യം മനസ്സിലാക്കുക എന്നവൾ പറഞ്ഞു നിർത്തെ സുധീഷും പറയുന്നുണ്ട്. അതെല്ലാം ശരി തന്നെ, കറക്റ്റ്. പക്ഷേ കല്യാണം നടത്താതെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷെ നീ ഒന്നും മിണ്ടാതിരിക്കെ, ഹരീഷിന് ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് സമയം കൊടുക്ക് എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ഹരീഷിനോടായി. എടാ ഹരീഷെ നീ പറ എന്താ ചെയ്യേണ്ടത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അല്ല സുഭാഷ് ഏട്ടാ, ഇപ്പൊ കല്യാണം നടത്തുന്നൊക്കെ പറഞ്ഞ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷും ചാടിക്കയറി പറയുന്നുണ്ട്. ഇവര് പറയുന്നത് വീട് ഹരീഷെ, പെട്ടെന്ന് രണ്ടുപേരും കല്യാണം നടത്താൻ നോക്കുന്നു. അത് കേട്ട് നിധിയും സുധീഷിനോടായി പറയുന്നുണ്ട്. ഒന്ന് സമാധാനമായിരിക്കെ, എല്ലാത്തിനും കല്യാണമാണ് പരിഹാരമെന്ന് വിചാരിക്കരുത്. അതുകൾക്ക് സുധീഷും വേറെ എന്ത് ഓപ്ഷനാ ഉള്ളത്? അവളെ ഇവിടെ വെറുതെ താമസിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ താമസിപ്പിച്ചാലും എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നുവെന്ന് കള്ള കംപ്ലൈന്റും കൊടുത്ത് അവളെ ഇവിടെ നിന്ന് വിരട്ടിക്കൊണ്ടു പോകും. കൊണ്ടുപോയി സ്നേഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? കൊണ്ടുപോയി ടോർച്ചർ ചെയ്യും. നമ്മളെ വിശ്വസിച്ചല്ലേ നീതു ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കാൻ കഴിയോ? കല്യാണം മാത്രമാണ് ഒരേ ഒരു വഴിയെന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ഹരീഷ് ടെൻഷനോടെ സുഭാഷ് ഏട്ടനെ നോക്കുകയാ. സുധീഷും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ആദ്യം ഇവരുടെ കല്യാണം നടത്താം, അതിനുശേഷം നീതുവിന്റെ വീട്ടുകാർ വന്ന് വഴക്കുണ്ടാക്കിയാലും ഇവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പറഞ്ഞ് അവരെ എതിർത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമല്ലോ എന്ന് സുധീഷ് പറയെ സുഭാഷും ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഹരീഷെ നീ എന്തു പറയുന്നു? അവൻ ഒരു പരുങ്ങലോടെ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കെ സമ്മതമാണെന്ന് പറ എന്ന് സുധീഷും അവനെ നിർബന്ധിക്കുകയാ. ഒരു മിനിറ്റ്, സുധീഷ് ഏട്ടൻ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാ ഹരീഷ്. മുറ്റത്തെത്തുമ്പോഴേക്കും സുധീഷും ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. നീ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നേന്ന്? സുധീഷ് ഏട്ടൻ എന്തിനാ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. വേറെന്തോ ഓപ്ഷനാണ് ഉള്ളത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വേറൊരു ഓപ്ഷനുമില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. നീതു വീട് വിട്ട് ഇറങ്ങി വന്നു, തിരിച്ചവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും ആവില്ല. അതേസമയം ഇവിടെ താമസിപ്പിക്കാനും പറ്റില്ല. നീതു ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ അവളുടെ അമ്മയും അച്ഛനും വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ഇനിയിപ്പോ അവര് കൂട്ടുകൊണ്ടു പോവുകയാണെങ്കിൽ തന്നെ നീതു ഈ വീട്ടിൽ താമസിക്കുന്നത് നാട്ടുകാരറിഞ്ഞ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയാമോ? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നറിഞ്ഞ വേറെ എല്ലാം ഒഴിവാക്കി അവർ നമ്മുടെ വീട്ടു നടക്കൽ വന്നിരിക്കും. നീ അവളെ കല്യാണം കഴിച്ചാൽ പിന്നെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ലല്ലോ എന്നൊക്കെ സുധീഷേട്ടൻ പറയുന്നത് കേൾക്കെ ഹരീഷും ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ആലോചനയോടെ നിൽപ്പാ. അത് കണ്ട് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഹരീഷേ, എന്താടാ ഇത്രമാത്രം ആലോചിക്കാൻ? നീ കല്യാണം കഴിക്കാൻ റെഡിയാണോ അല്ലയോ? വാ തുറന്നു പറയടാ. നിധി പറഞ്ഞ കാര്യം ഓർക്കുകയാണോ? എടാ ഹരീഷേ, ഇതൊരു നല്ല സന്ദർഭമാ. പെട്ടെന്ന് കല്യാണം കഴിച്ച് ജോളിയായി ജീവിക്കാൻ നോക്ക്
എന്ന് സുധീഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ എന്നെ പറ്റി ചിന്തിക്കുന്നതും നീതുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതും എല്ലാം ഓക്കെയാ. സുഭാഷ് ഏട്ടനെ പറ്റി ഓർത്തോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീതു വീട് വിട്ട് ഇറങ്ങി വരുമ്പോ ഞാൻ എന്തിന് സുഭാഷ് ഏട്ടനെ പറ്റി ഓർക്കണം എന്ന് സുധീഷ് ചോദിക്കേ, ഞാനിപ്പോ കല്യാണം കഴിച്ചാൽ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുക. ഏയ്, സുഭാഷ് ഏട്ടൻ തെറ്റായൊന്നും എടുക്കില്ലടാ എന്ന് സുധീഷ് പറയാ. സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലായിരിക്കാം, പക്ഷേ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കുന്നത് ശരിയാണോ എന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കേ. സുഭാഷ് ഏട്ടൻ അങ്ങനെ ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുധീഷും ചോദിക്കുക. എടാ, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കണമെന്ന് സുഭാഷ് ഏട്ടൻ ആഗ്രഹിക്കും, അല്ലാതെ സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലെന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. ഹരീഷ് വീണ്ടും, സുധീഷ് ഏട്ടനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞാലും സുഭാഷ് ഏട്ടൻ ഓക്കെ ആണെന്ന് തന്നെ വെച്ചോ, പക്ഷേ അത് ശരിയാണെന്ന് ഞാൻ എങ്ങനെ പറയും? എനിക്കും ഒരു മനസാക്ഷിയില്ലേ? അല്ലെങ്കിൽ തന്നെ 100 കണക്കിന് പ്രശ്നങ്ങൾ കൊണ്ട് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാതിരിക്കുക എന്ന് ഹരീഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. സുധീഷും പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് വാഴത്തതല്ലേ മെയിൻ പ്രശ്നം. ഇപ്പൊ നിധി ഇവിടെ ഉണ്ടല്ലോ, ഇനി നീതുവും കൂടി വന്ന് താമസിച്ച ആ പ്രശ്നം തീരില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് ഏട്ടൻ വേറെ ഏതോ ലോകത്ത് താമസിക്കുന്ന പോലെയാണല്ലോ ചോദിക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ കല്യാണം പിന്നെ തീരെ നടക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എവിടെ പെണ്ണന്വേഷിച്ചു ചെന്നാലും ചെറിയവന്റെ കല്യാണം കഴിഞ്ഞു, വലിയവന് ഇതുവരെ കല്യാണമാകാത്തത് എന്താണെന്ന് എല്ലാവരും ചോദിക്കും. സുഭാഷ് ഏട്ടൻ ഒരു പാവമാ. കുറച്ചുനാള് സുഭാഷ് ഏട്ടനൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെന്ന് കരുതിയാ ഇപ്പൊ കല്യാണ കാര്യങ്ങളെ പറ്റി സംസാരിക്കാത്തത്. ഇപ്പൊ ഞാൻ ചാടിക്കയറി കല്യാണം കഴിച്ചാ അത് സുഭാഷ് ഏട്ടനും പ്രശ്നമാവില്ലേ? ഇനി പെണ്ണ് കാണാൻ പോയാൽ തന്നെ ആ വീട്ടിൽ നിന്ന് അനിയന്മാരെല്ലാം കല്യാണം കഴിച്ചു, നിങ്ങൾ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കില്ലേ? അതിന് സുഭാഷ് ഏട്ടൻ എന്തു മറുപടി പറയും? സുഭാഷ് ഏട്ടനെ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? എന്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയുമോ? നോക്ക് സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ എന്റെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുകയില്ല എന്നെല്ലാം ഹരീഷ് പറയുന്നത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്. കറക്റ്റ് ആണല്ലോ, ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല എന്ന്. അവരുടെ സംസാരം ശ്രദ്ധിച്ച് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഭാസ്കരനും എഴുന്നേറ്റ്, വിവരമില്ലടാ നിങ്ങൾക്ക്? ഒരു പെണ്ണ് നിന്നെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങി ഈ വീട്ടിലേക്ക് വന്നിരിക്കുക, അവളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. സുഭാഷിന്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്നത് അവന്റെ തലയിലെടുത്ത്. അച്ഛൻ പറയുന്നതിൽക്കെ ഹരീഷ് ദേഷ്യത്തോടെ അച്ഛന് നേരെ പാഞ്ഞടുക്കുന്നുണ്ട്. സുധീഷും അവനെ തടഞ്ഞു നിർത്തി, നീതു വീട്ടിലുണ്ട്, ഇപ്പോ ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഹരീഷും ദേഷ്യത്തോടെ അച്ഛനോടായി പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായി ജനിച്ചത് കൊണ്ടാ സുഭാഷ് ഏട്ടന്റെ തലയിലെടുത്ത് ഇങ്ങനെയായത്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവാൻ നോക്കുന്നു. എന്റെ ജോലി നോക്കാൻ എനിക്കറിയാം. സത്യം പറയുമ്പോ എന്റെ നേരെ മെക്കിട്ട് കയറുന്നു. ഇപ്പൊ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, അവൻ ഈ ജന്മത്ത് കല്യാണം നടക്കില്ല. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവൻ അനിയത്തി അനിയത്തി എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കും എന്നൊക്കെ അച്ഛൻ പരിഹസിക്കുന്നത് കേൾക്കെ ഹരീഷ് വീണ്ടും അച്ഛന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, ബഹളങ്ങളെല്ലാം കേട്ട് സുഭാഷ് ഏട്ടൻ പുറത്തോട്ട് ഇറങ്ങി വരും. ഇതെല്ലാം കേട്ട സുഭാഷ് ഏട്ടന്റെ മനസ്സ് വേദനിക്കും എന്ന് ഓർമ്മിപ്പിച്ച് അച്ഛനോടായി ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു വരും എന്ന് പറയേ. ഞാൻ പറയുന്നതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങള്, നിങ്ങൾ പറയുന്നതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങള്. കുടുംബമായി ജീവിക്കാൻ നോക്കാതെ ലേഡീസ് ഹോസ്റ്റൽ നടത്താനിരിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കേട്ടില്ല സുധീഷേട്ടാ, വീട്ടിലിരിക്കുന്ന അച്ഛൻ തന്നെ സുഭാഷ് ഏട്ടനെ പറ്റി പറയുന്നത് എന്താന്ന്? ഞാൻ ചാടിക്കയറി കല്യാണം കഴിച്ചു എന്ന് തന്നെ വെക്കാം. നാട്ടിലുള്ളവരെല്ലാം സുഭാഷ് ഏട്ടനെ പറ്റി പുതിയതോരോന്ന് പറഞ്ഞുണ്ടാക്കും. എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ഈ ആലോചന ഇവിടെ വെച്ച് നിർത്താം. കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കുകയേ വേണ്ട. നീതുവിനെ തിരിച്ചു അയക്കാനും കഴിയില്ല, കല്യാണവും കഴിക്കാൻ കഴിയില്ല. വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.